ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഡോറയാണെങ്കിൽ ഇന്ന് വെക്കാൻ പോകുന്നത് എന്തുവാണെന്ന് അറിയാമോ? ഡോറയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പണ്ടൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു വീട്ടില് പച്ചച്ചീര. പച്ചച്ചീര മാത്രമല്ല, ഡോറയ്ക്ക് എല്ലാ ചീരയും ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം പച്ചച്ചീര, പിന്നെ വേലിച്ചീര. അതിവിടെ കിട്ടാനില്ല. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേലിച്ചീര പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പിച്ച് തോരൻ വെച്ചുകൊണ്ടിരുന്ന സാധനം, പക്ഷെ ഇപ്പൊ ഇല്ല. അത് പണ്ട് അതിന്റെ കായൊക്കെ പറിച്ച് നമ്മൾ ഞാനപ്പോ അത് കുനുകുന പിന്നെ സവോള അരിയിട്ടുണ്ട്. പിന്നെ അമ്മ തേങ്ങ അതിനുള്ള അരപ്പ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കടുക് പൊട്ടി ഇതിടാം. കുറച്ച് മോശമായിരുന്നു കേട്ടോ, നമ്മളങ്ങനെ നോക്കിയെങ്കിലും. ഞാൻ നല്ലത് നോക്കി എടുത്ത, പക്ഷെ ഇവരെനിക്ക് തോന്നുന്നു പുഴുത്തത് എടുത്ത് ഇടയ്ക്ക് വെച്ച്, പുഴു കയറിയത് എടുത്ത് ഇവർ ഇടയ്ക്ക് വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിരുന്നു. ക്ലീൻ ചെയ്തോണ്ട് മൊത്തം ഇലയും വേസ്റ്റ് ആയി. അത് കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. ഞങ്ങളിവിടെ തണ്ട് ഇലയും കൂടി എടുക്കണം, പക്ഷെ ഇത് എടുക്കാനായിട്ട് ഇല്ലായിരുന്നു. മൊത്തം പുഴു കയറി. 50 രൂപ. 50 രൂപ. പണ്ടായിരുന്നു 30 രൂപ, ഇപ്പൊ 50 രൂപയായി. ഇത്രയും വേര് കിട്ടി കേട്ടോ. ഈ വേര് ഇനി കുഴിച്ചു വെക്കണം. ഞങ്ങളിവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ കുറേ ചീര അങ്ങനെ എടുത്തായിരുന്നു. 50 രൂപയാ. ഏത് മാമന്റെ? അതൊക്കെ പിന്നെ ആയിട്ട് നമുക്ക് ചീര വിശേഷം കാണാം. എണ്ണ ഒഴിക്കണ്ടേ? ആണോ? കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതൊരു വഴണ്ട് വരുമ്പം വേണമെങ്കിൽ പിന്നെ ഉപ്പിടാം, അല്ലെങ്കിൽ ഇതിന് പെട്ടെന്ന് ഉപ്പ് പിടിക്കില്ല. അപ്പം നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട്. കണ്ട, ഞാൻ വിളമ്പിയെല്ലാം സെറ്റ് ചെയ്തു. അടുത്തത് നമ്മുടെ അടിപൊളി ചൂടുണ്ട് ചൂര മീൻ കറി. കണ്ട, നാസിയുടെ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ചൂര മീൻ കറി. ചാറ് കൂടുതൽ വേണ്ടോണ്ടാണ്. പിന്നെ അടുത്തത് നല്ല അടിപൊളി ചൂര വറുത്തത്. നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് ചതച്ചിട്ട് വറുത്താണ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്. നമ്മുടെ പൂച്ചക്കുട്ടൻ ഡിസ്റ്റർബ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചൊക്കെ ഇതൊക്കെയാണ്. ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറിട്ട് വരട്ടെ കേട്ടോ. ബൈ.